നമസ്കാരം. കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. മനുഷ്യാലയ ചന്ദ്രിക 3-ാം അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. ഇനി 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചില ശ്ലോകങ്ങളിലേക്ക് കടക്കാം. 3-ാം അധ്യായത്തിൽ വാസ്തുവിദ്യയിലെ അളവുകോലുകളെക്കുറിച്ചും ഗ്രഹങ്ങളുടെ ചുറ്റളവിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമാണ് മുഖ്യമായും പറഞ്ഞിരുന്നതെങ്കിൽ 4-ാം അധ്യായം പരാമർശിക്കുന്നത് ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രായോഗിക വശങ്ങളാണ്. വീടിൻ്റെ അളവുകളും അത് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും എവിടെ നിന്ന് തുടങ്ങി ഏതു ക്രമത്തിൽ മുന്നോട്ടു പോകണമെന്ന് പ്രസ്താവിക്കുന്ന 2-ാം ശ്ലോകമാണ് ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത്. മനുഷ്യാലയ ചന്ദ്രിക 4-ാം അധ്യായം ശ്ലോകം 2. ഇഷ്ടദീർഘാൽ സർവധാംനാഞ്ചനാഹോ വിസ്താരോസ്മാദ്വിസ്തൃതേ പാദമാനം തസ്മാൽ മാസ്മരഞ്ചതശേഷദസ്യാൽ സ്തംഭസ്തംഭാദ്വിസ്തൃതിശ്ചോത്തരാണാം. ഇവിടെ ആദ്യം പറയുന്നു ഇഷ്ടദീർഘാത് സർവധാംനാം ച നാഹ. ഇഷ്ടദീർഘത്തിൽ നിന്ന് എല്ലാ ഗ്രഹങ്ങളുടെയും ചുറ്റ് ഭവിക്കുന്നു. നമുക്കറിയാം, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുറ്റ് അഥവാ ചുറ്റളവിന് അതീവ പ്രാധാന്യമുണ്ട്. അനുയോജ്യമായ ഒരു ചുറ്റളവ് പല വിധത്തിൽ നമുക്ക് തീർച്ചപ്പെടുത്താം. ഇഷ്ടദീർഘത്തിൽ നിന്ന് അത് രൂപപ്പെടുത്തുകയോ അതല്ലെങ്കിൽ കൈകണക്കു പട്ടികയിൽ നിന്ന് അത് തിരഞ്ഞെടുക്കുകയോ ആകാം. ഇവിടെ ഇഷ്ടദീർഘത്തിൽ നിന്ന് ചുറ്റു രൂപപ്പെടുന്ന കാര്യം എടുത്തു പറയുന്നതേയുള്ളൂ. എന്താണ് ഇഷ്ടദീർഘമെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ചുറ്റ് രൂപപ്പെടുന്നതെന്നുമൊക്കെ പിന്നാലെ വിശദമാക്കും. എന്തായാലും ആദ്യം തന്നെ ചുറ്റളവ് നിജപ്പെടുത്തണമെന്നാണ് ശ്ലോകത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം ചുറ്റളവ്. അസ്മാത് വിസ്താരഃ, അതിൽ നിന്ന് വിസ്താരം. അതായത് നിശ്ചയിക്കപ്പെട്ട ചുറ്റളവിനെ അടിസ്ഥാനമാക്കി വീടിൻ്റെ വിസ്താരം അഥവാ വീതി നിർണ്ണയിക്കണമെന്ന് സാരം. അതും എങ്ങനെയാണെന്ന് പിന്നീട് പറയും. ഇവിടെ നമ്മൾ അളവുകൾ നിശ്ചയിക്കുന്നതിൻ്റെ ക്രമമാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ചുറ്റളവും ആ ചുറ്റളവിൽ നിന്ന് വീടിൻ്റെ വീതിയും. അതിനുശേഷമോ വിസ്തൃതേ പാദമാനം. വിസ്താരം അഥവാ വീതിയിൽ നിന്ന് പാദമാനം കണ്ടെത്തണം. വീടിൻ്റെ തറ ആരംഭിക്കുന്നിടം മുതൽ ഉത്തരത്തിൻ്റെ അടിഭാഗം വരെയുള്ള പൊക്കത്തെയാണ് പാദമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ അളവ് വീതിയെ അടിസ്ഥാനമാക്കി തീരുമാനിക്കണം. പിന്നെയോ തസ്മാത് മാസ്മരം ച, അതിൽ നിന്ന് അല്ലെങ്കിൽ പാദമാനത്തിൽ നിന്ന് അധിഷ്ഠാനം നിശ്ചയിക്കണം. അധിഷ്ഠാനം എന്നാൽ തറയാണ്. തറ ആരംഭിക്കുന്നിടം മുതൽ ഉത്തരത്തിൻ്റെ അടിഭാഗം വരെയുള്ള പൊക്കം പാദമാനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തറയുടെ പൊക്കവും ഭിത്തി അല്ലെങ്കിൽ തൂണിൻ്റെ പൊക്കവും അതിൽ ഉൾപ്പെടും. രണ്ടും കൂടി ചേർന്നതാണ് പാദമാനം എന്നർത്ഥം. ഈ പാദമാനത്തെ ആസ്പദമാക്കി തറ അഥവാ അധിഷ്ഠാനത്തിൻ്റെ മാത്രം പൊക്കം കണക്കാക്കിയെടുക്കണം. തച്ഛേഷത സ്തംഭ, അവിടെ ശേഷിക്കുന്നത് സ്തംഭം. സ്തംഭം എന്നാൽ തൂൺ ആണ്. ഇതിനെ കാൽ എന്നും പറയും. അപ്പോൾ എന്താണ്? മൊത്തം പാദമാന പൊക്കത്തിൽ നിന്ന് തറയുടെ പൊക്കം കുറച്ചാൽ തൂൺ അഥവാ കാലിൻ്റെ പൊക്കം കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുതന്നെയാണ് ഭിത്തിയുടെ പൊക്കം. ഇങ്ങനെ ഭിത്തിപ്പൊക്കം അല്ലെങ്കിൽ കാൽപ്പൊക്കം കണ്ടെത്തി കഴിഞ്ഞാൽ സ്തംഭാത് ഉത്തരാണാം വിസ്തൃതി, ഈ കാൽപ്പൊക്കത്തിൽ നിന്ന് ഉത്തരങ്ങളുടെ വിസ്താരം അഥവാ വീതി കണ്ടുപിടിക്കണം. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചുറ്റളവിൽ നിന്ന് വീടിൻ്റെ വീതിയും, വീതിയിൽ നിന്ന് പാദമാനവും, പാദമാനത്തിൽ നിന്ന് തറപ്പൊക്കവും, ശേഷം തൂണ് അല്ലെങ്കിൽ ഭിത്തിയുടെ പൊക്കവും, അതിൽ നിന്ന് ഉത്തരത്തിൻ്റെ വീതിയും കണക്കാക്കിയെടുക്കണം. പുതിയ കാലത്തെ കോൺക്രീറ്റ് വീടുകളുടെ കാര്യത്തിൽ ഉത്തരത്തിന് പ്രസക്തിയില്ലെങ്കിലും മറ്റളവുകളൊക്കെ ഇതേ ക്രമത്തിലും രീതിയിലും എടുക്കേണ്ടതാണ്. ഇതോടെ ശ്ലോകത്തിൻ്റെ സാരാംശം മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.